ഫ്രണ്ട്സ്, എല്ലാവർക്കും GK World and PSCയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജിക്. ഇപ്പോൾ കേരള PSC പ്രാഥമിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. കേരള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ക്ലാസ്സുകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകളുടെ ഒരു ഭാഗം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ 2 കായലിനെ കുറിച്ചും ദെൻ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം കുറച്ച് റീസെൻ്റ്ലി ചോദിച്ചിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോകുന്നത് വേമ്പനാട്ട് കായലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ വീഡിയോയിൽ കേരളത്തിലെ ആകെ കായലുകൾ 37 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 34 ഞാനത് അപ്പോൾ തന്നെ തിരുത്തി കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ കമൻറ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റ് ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാനോ ഒന്നും നമ്മൾ ശ്രമിക്കില്ല. ധൈര്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഡ് വെച്ചിട്ട് ശുദ്ധജല തടാകങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേമ്പനാട്ട് കായലിൽ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വേമ്പനാട്ട് കായലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് അല്ലേ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം, അതേതാണ്? വേമ്പനാട്ട് കായലാണ് അല്ലേ. ഇനി PSCയിൽ ഇതുവരെയും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. 205 സ്ക്വയർ കിലോമീറ്റർ ആണ് അതിൻ്റെ ആകെ വിസ്തീർണം വരുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിച്ചാലും ഏത് തന്നെയാണ്? വേമ്പനാട്ട് കായലാണ്. അതിൻ്റെ ഒപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കായൽ ചോദിച്ചാലും ഏതാണ്? അതും വേമ്പനാട്ട് കായലാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായിട്ടുള്ള കായൽ ചോദിച്ചാൽ അതേതാണ്? വേമ്പനാട്ട് കായലാണ് അല്ലേ. ഇനി ഏതെല്ലാം ജില്ലകളിലായിട്ടാണ് ഈ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്? 3 ജില്ലകളിലായിട്ടാണ്. ഏതൊക്കെയാണ്? ആലപ്പുഴ, എറണാകുളം ആൻഡ് കോട്ടയം. അപ്പോൾ ആലപ്പുഴ, എറണാകുളം, കോട്ടയം ഈ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട്ട് കായൽ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. അടുത്ത പോയിന്റ് നമുക്കറിയാം, പാതിരാമണൽ, വൈപ്പിൻ, വെല്ലിംഗ്ടൺ ദ്വീപുകൾ. അപ്പോൾ പാതിരാമണൽ ദ്വീപ്, വെല്ലിംഗ്ടൺ ദ്വീപ്, അതോടൊപ്പം തന്നെ വൈപ്പിൻ ദ്വീപ് ഇവയൊക്കെ കാണപ്പെടുന്നത് ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ അതേതാണ്? വേമ്പനാട്ട് കായലിലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റ് തോട്ടപ്പള്ളി സ്പിൽവേ. എന്താണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ഇത് 1955 കേട്ടോ. അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും തടയാൻ വേണ്ടിയിട്ട് ഒരു തടയണ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. അപ്പൊ ഇത് ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വേമ്പനാട്ട് കായലിലാണ്. 1955. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് 1975 തണ്ണീർമുക്കം ബണ്ട്. അപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും ഏത് കായലിലാണ്? അത് വേമ്പനാട്ട് കായലിലാണ് കാണപ്പെടുന്നത്. തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബണ്ടാണ്. കുട്ടനാടിലെ കൃഷിയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നതിനെ തികച്ചും തടുക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബണ്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ തണ്ണീർമുക്കം ബണ്ട്. അപ്പൊ 1955 തോട്ടപ്പള്ളി സ്പിൽവേ, 1975 തണ്ണീർമുക്കം ബണ്ട്. ഇനി വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന മറ്റ് പേരുകൾ കൂടിയുണ്ട്. അപ്പൊ ഒന്നാമത്തെ പേര്, കൊച്ചിയിൽ ഇതിനറിയപ്പെടുന്നത് കൊച്ചി കായൽ, വീരൻപുഴ എന്നെല്ലാമാണ്. അപ്പൊ കൊച്ചി കായൽ, വീരൻപുഴ എന്നൊക്കെ കൊച്ചിയിൽ അറിയപ്പെടുന്നു. അതോടൊപ്പം ഇതിനെ ആലപ്പുഴയിൽ അറിയപ്പെടുന്ന ഏത് പേരിലാണ്? പുന്നമടക്കായൽ എന്നാണ്. ഏതാണ്? പുന്നമടക്കായൽ. അപ്പോൾ പുന്നമടക്കായൽ. അതോടൊപ്പം തന്നെ PSCയിൽ ചോദിച്ചു കാണുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏതിലാണ്? കുട്ടനാടിലെ പുന്നമടക്കായൽ തന്നെയാണ് വേമ്പനാട്ട് കായൽ. നെഹ്റു ട്രോഫി വള്ളം കളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. അടുത്തത് പമ്പാ നദിയുടെ പതനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴയിലെ
കൈതപ്പുഴ കായലിന്റെ ഒരു ഭാഗം വരുന്നതും ഈ വേമ്പനാട്ട് കായലിലാണ്. And the last most important point, വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിന്റെ തീരത്താണ്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവല്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSCയിൽ ചോദിച്ചു കാണുന്ന പോയിന്റുകളാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ്സ് എല്ലാം പഠിച്ചിരിക്കണം, നോട്ട് ചെയ്ത് വെക്കുക. ഒന്നുകൂടെ പറയാം, വേമ്പനാട്ട് കായലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏറ്റവും വലുതും അതോടൊപ്പം നീളം കൂടിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഏതെല്ലാം ജില്ലകളാണ്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ല. ദെൻ പാതിരാമണൽ ദ്വീപ്, വൈപ്പിൻ, വെല്ലിംഗ്ടൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. 1975 തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ. അപ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. പുന്നമടക്കായലെന്നും കൊച്ചിക്കായലെന്നും വീരൻപുഴ എന്നും എല്ലാം വേമ്പനാട്ട് കായലിന്റെ മറ്റു പേരുകളാണ്. അതോടൊപ്പം തന്നെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. കുട്ടനാടിലെ പുന്നമടക്കായൽ എന്നാണ് വേമ്പനാട്ട് കായലിനെ അറിയപ്പെടുന്നത്. ആലപ്പുഴയിലെ കൈതപ്പുഴയുടെ ഭാഗം വേമ്പനാട്ട് കായലിലെ ഒരു ഭാഗം വേമ്പനാട്ട് കായലുമായിട്ട് വരുന്നു. ലാസ്റ്റ് പോയിന്റ്, വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ നമുക്കറിയാം ഏത് ജില്ലയിലാണ് കാണുന്നത്? കൊല്ലം ജില്ലയിലാണ് അല്ലേ? അപ്പം കൊല്ലം ജില്ലയിലാണ് എന്ത് വരുന്നത്? അഷ്ടമുടി കായൽ വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായിട്ടുള്ള കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ ഏതാണ്? അഷ്ടമുടിയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. ഏറ്റവും ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലിനെയാണ്. അടുത്ത പോയിന്റ് നമുക്കറിയാം, കല്ലട നദി പതിക്കുന്നത്. കല്ലട നദി പതിക്കുന്നത് ഏത് കായലിലാണ്? അഷ്ടമുടി കായലിലാണ് അല്ലെ? പിന്നെ നമ്മുടെ കേരളത്തിലുണ്ടായ വലിയ ഒരു അപകടമായിരുന്നു പെരുമൺ തീവണ്ടി അപകടം. ഏകദേശം 105ഓളം വരുന്ന ആളുകളാണ് ആ ഒരു പെരുമൺ തീവണ്ടി അപകടത്തിൽ മരണമടഞ്ഞത്. അപ്പോൾ ഈ പെരുമൺ തീവണ്ടി അപകടം നടന്നത് അഷ്ടമുടി കായലിലേക്കാണ്. അതിനകത്ത് ഏകദേശം 105ഓളം ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വർഷമാണ്? 1988 ജൂലൈ 8 ഐലൻഡ് എക്സ്പ്രസ് ആണ് ഈ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റുകൾ കിട്ടിയല്ലോ. വലിയ രണ്ടാമത്തെ കായലാണ്, ഗേറ്റ്വേ ടു ബാക്ക് വാട്ടർ ഓഫ് കേരള എന്ന് പറഞ്ഞു. പിന്നെ കല്ലട നദി പതിക്കുന്നു, പെരുമൺ തീവണ്ടി അപകടം നടന്നതല്ലേ. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അഴിമുഖം. അപ്പൊ നീണ്ടകര അഴിമുഖത്തിലാണ് കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലം. ഓക്കെ, ദെൻ ഈ പറയുന്ന അഷ്ടമുടി കായലുകളിൽ 8 ചെറിയ ദ്വീപുകളുണ്ട്. അപ്പൊ ആ 8 ചെറിയ ദ്വീപുകളെയാണ് മൺട്രോ തുരുത്ത് എന്നറിയപ്പെടുന്നത്. അപ്പൊ മൺട്രോ തുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഷ്ടമുടി കായലിലെ 8 ചെറിയ ദ്വീപുകളെയാണ് മൺട്രോ തുരുത്ത് എന്ന് അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കൂടിയുണ്ട്. പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്നത് അഷ്ടമുടി കായലിലാണ്. നെഹ്റു ട്രോഫി നടക്കുന്ന ഏത് കായലിലാണ്? വേമ്പനാട്ട് കായലിലാണ് അല്ലെ? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന വേമ്പനാട്ട് കായലും നമ്മുടെ പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്നത് അഷ്ടമുടി കായലുമാണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ അഷ്ടമുടി കായൽ ഒന്നുകൂടെ ഒന്ന് ഷോർട്ട് ചെയ്യാം. എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തത്? ദെൻ ഗേറ്റ്വേ ടു ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. പെരുമൺ തീവണ്ടി അപകടം നടക്കുന്നത് 1988 ജൂലൈ 8 ഐലൻഡ് എക്സ്പ്രസ് എന്ന് പറയുന്ന തീവണ്ടിയാണെന്ന് പറഞ്ഞു. പിന്നെ നീണ്ടകര അഴിമുഖം ഈ പറഞ്ഞിരിക്കുന്ന അഷ്ടമുടി കായലിനെ അറബിക്കടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന പുഴയാണ് നീണ്ടകര അഴിമുഖം എന്ന് പറഞ്ഞു. പിന്നെ അതിലെ 8 ചെറിയ ദ്വീപുകളുണ്ട്. മൺട്രോ തുരുത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അതോടൊപ്പം പ്രസിഡന്റ് ട്രോഫി ജലോത്സവം നടക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന അഷ്ടമുടി കായലാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളും അതോടൊപ്പം പോയിന്റുകളും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ ഷേപ്പുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചു കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന ഷേപ്പിലുള്ള കായൽ ഏതാണ്, ഇന്ന ഷേപ്പിലുള്ള കായൽ ഏതാന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് അതും കൂടി ഡിസ്കസ് ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് അതുകൂടെ നോക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓരോ കായലും അതിൻ്റെ ഷേപ്പുകളുമാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ 4 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തെ തന്നെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ചോദിച്ചിരിക്കുന്നത് കേരളത്തിലെ ഹൃദയത്തിൻ്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് മേപ്പടിയാണ്. അപ്പോൾ ഏതാണ്? മേപ്പടിയാണ് അല്ലേ? അത് ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് അല്ലേ? അപ്പോൾ വയനാട് ജില്ലയിലാണ് മേപ്പടി വരുന്നത്. അപ്പോൾ കേരളത്തിലെ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള കായൽ ഏതാണെന്ന് ചോദിച്ചാൽ മേപ്പടി തടാകമാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നത്
നമ്മൾ പറഞ്ഞു ഭൂപടം എന്ന് പറയുമ്പോൾ തന്നെ വരുന്നുണ്ട് ഏതാണ്? പൂക്കോട്ട് തടാകം. പൂക്കോട്ട് തടാകം ഏത് ജില്ലയിലാണ്? അതും വയനാട് ജില്ലയിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ വയനാട് ജില്ലയിലാണ് ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന കായൽ. അടുത്തത് പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടിക്കായലാണ് അല്ലെ. ഏതാണ്? അഷ്ടമുടിക്കായലാണ്. അപ്പോൾ അഷ്ടമുടിക്കായലാണ് നമ്മുടെ പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അഷ്ടമുടിയാണ്. ലാസ്റ്റ് വൺ എഫ്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം അല്ലെങ്കിൽ കായൽ ചോദിച്ചാൽ അത് ഏതാണ്? നമുക്കറിയാം അത് ശാസ്താംകോട്ടയാണ്. ഏതാണ്? ശാസ്താംകോട്ടക്കായൽ. അപ്പോൾ ശാസ്താംകോട്ടക്കായലിനെ കുറിച്ച് നമുക്ക് പറയുവാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശാസ്താംകോട്ടക്കായലാണ്. അപ്പൊ ഇത്ര എല്ലാവരും കിട്ടിയല്ലോ. ഒന്നുകൂടെ പറയാം, കേരളത്തിലെ ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മേപ്പാടി അല്ലെ, വയനാട് ജില്ലയിലെയാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ഏതാണ്? കേരളത്തിലെ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ പൂക്കോട്ട്. ഏതാണ്? വയനാട് ജില്ലയിലെ തന്നെയാണ്. ദെൻ പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ വരുന്നതാണ് അഷ്ടമുടി. അതോടൊപ്പം എഫിന്റെ അല്ലെ, എഫ് ഷേപ്പിൽ കാണപ്പെടുന്നത് ശാസ്താംകോട്ടയാണ്. അടുത്തത് പറയാനായിട്ട് പോകുന്നത് കേരള PSCയിൽ റീസെന്റ് ഈ പറഞ്ഞ പോർഷൻസിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു 5-6 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേരള PSCയിൽ ഈ ഒരു പോർഷനിൽ നിന്ന് റീസെന്റ് 2017, 2018 ആ ഒരു ടൈമിൽ ചോദിച്ചിരിക്കുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത് എനിക്ക് തോന്നുന്നു 2018 ജൂനിയർ അസിസ്റ്റന്റിലെ PSC ചോദിച്ച ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഏതാണ്? പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് അല്ലേ. അപ്പോൾ വേമ്പനാട്ട് കായലിലാണ് എന്ത് വരുന്നത്? പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഇനി വുമൻ പോലീസ് കോൺസ്റ്റബിൾ 2018 ചോദിച്ച ചോദ്യമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമടക്കായൽ അല്ലേ. വേമ്പനാട്ട് കായലിന്റെ മറ്റൊരു പേരാണ് പുന്നമടക്കായൽ എന്നുള്ളത് അല്ലെ. കുട്ടനാട്ടിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് 2017 സെയിൽസ്മാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് റിപ്പീറ്റഡ് ആണ്. ഏതാണ് നമ്മൾ പറഞ്ഞത്? അത് വേമ്പനാട്ട് കായലിലാണ് അല്ലെ. അപ്പോൾ വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി സ്പിൽവേയും സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് 2018 ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം നമ്മൾ കഴിഞ്ഞ ദിവസം കോഡ് വെച്ച് പഠിച്ചതേ ഉള്ളൂ. ശുദ്ധ ശാസ്താവിന് അല്ലേ. അപ്പോൾ ശാസ്താംകോട്ട കായലാണ്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 2017 LGS വേരിയസിൽ ചോദിച്ച ചോദ്യമാണ്. പൂക്കോട്ട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ല അല്ലേ. അപ്പോൾ ഇത്രയുമാണ് 2018 ആൻഡ് 2017 ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ അൺഅക്കാഡമി ആപ്ലിക്കേഷൻ വഴി കിട്ടുന്നതാണ്. പ്ലസ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ പേരൊന്ന് കൊടുത്താൽ മതി. ആഷ്ന ഷാജി എന്ന് കൊടുത്താൽ ഫീസിന് 10% പ്ലസ് യുവർ ക്രെഡിറ്റ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ 19% ഫീസ് ഡിസ്കൗണ്ട് കിട്ടും. ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഇതുവരെയും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം വീഡിയോ എൻഡിൽ. അപ്പോൾ ഈ 2 ക്ലാസ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് 1 മാർക്ക് പോലും നഷ്ടമാവില്ല. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലത്തെ വീണ്ടും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു. ആദ്യമേ തന്നെ അൺഅക്കാഡമി ലേണിംഗ് ആപ്പ് എന്ന് പ്ലേ സ്റ്റോറിൽ പോയി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ വരും. അത് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ അൺഅക്കാഡമിയുടെ ഹോം പേജിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മളുടെ ഫോൺ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു. ഇനി അതിനുശേഷം നിങ്ങളുടെ പേരും ഇമെയിൽ ID കൊടുക്കുക, സ്റ്റേറ്റും കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP വന്നു. നമ്മൾ ഡയറക്റ്റായിട്ട് ഇപ്പോൾ അൺഅക്കാഡമി പേജിലേക്ക് പോയി അവിടെ സെർച്ച് ഗോളിൻ്റെ ഭാഗത്ത് ഒന്നല്ലെങ്കിൽ കേരള PSC എന്നോ അല്ലെങ്കിൽ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കേരള PSC എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കേരള PSC ആക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും കോൾ മാറി കിടക്കുമായിരിക്കും. ഇപ്പോൾ നമ്മൾ കേരള PSCയുടെ പേജിലേക്ക് വന്നു. ഇതൊക്കെ ലൈവ് ക്ലാസ്സുകളാണ്. സൗജന്യ ലൈവ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്.
ദെൻ കമൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ വെരിഫിക്കേഷൻ ചെയ്യാം കേട്ടോ. താഴെ കൊടുത്താൽ മതി, ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൻ്റെ അവിടെ എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആഷ്ന ഷാജി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ വരും. അവിടെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടാകും. ഇതെൻ്റെ ഫ്രീ ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നത് ലൈവായിട്ടായിരിക്കും. താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ഡൗട്ട് ചോദിക്കാനും അതിനിടയ്ക്ക് എന്തൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പേജാണ് ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന് ഇടയ്ക്ക് പറ്റുന്നത്. ലൈവ് ക്ലാസ്സിന് വരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അത് റെക്കോർഡിംഗ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇത് സൗജന്യമായിട്ടുള്ള ക്ലാസ്സുകളാണ്, തികച്ചും ഫ്രീ ക്ലാസ്സുകളാണ്. ദെൻ കേരള PSCയിൽ ഈ നടക്കുന്ന ക്ലാസ്സുകളൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ദിവസവും ക്ലാസ്സിൽ വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. പഠിക്കാൻ വേണ്ടി മാത്രമുള്ള ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. അങ്ങനെയുള്ളവർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്.